സ്നേഹമുള്ള വിശ്വാസികളെ, അടുത്ത ഞായറാഴ്ച ആണ് നമ്മുടെ പ്രധാന തിരുനാൾ. എന്ന് നമ്മളിപ്പോൾ കൈമുത്തിന് ശേഷം കൊടിയേറ്റും. അതേ തുടർന്ന് ഈ ആഴ്ചയിലുടനീളം 6:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാവിലെ വാങ്ങിപ്പോയ പരേതരെ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെമിത്തേരിയിൽ പ്രാർത്ഥിക്കുന്നില്ല. ആയതിനാൽ ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെമിത്തേരി സന്ദർശനവും ധൂപപ്രാർത്ഥനയും അവിടെ വെച്ച് നടത്തപ്പെടും. അന്ന് വൈകുന്നേരം പത്തനംതിട്ട രൂപത ഫൈനാൻസ് മാനേജറായിരിക്കുന്ന ജിൻസ് മേപ്രദർശനാണ് നമ്മൾക്ക് വചന പ്രഘോഷണം നടത്തുന്നത്. 6:30 ആണ് അത് ആരംഭിക്കുന്നത്. ദിവസം ശനിയാഴ്ച വൈകിട്ട് 10-ാം തീയതി രാവിലെ 9 മണിക്ക് പ്രഭാത നമസ്കാരത്തോടുകൂടി നമ്മളുടെ പെരുന്നാൾ കുർബാന ആരംഭിക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവരും നേരത്തെ വരണം, പെരുന്നാളിൽ സംബന്ധിക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് ഇവിടെ നമ്മുടെ പെരുന്നാളിന് തുടക്കം കുറിക്കുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ മത്തായി കടവിൽ അച്ഛനെയാണ് നിങ്ങൾക്കറിയാവുന്നത്. എന്നാൽ ഇപ്പോൾ മത്തായി റംബാച്ചനായിരിക്കുകയാണ്. ഫെബ്രുവരി 15-ാം തീയതിയോടുകൂടി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. മത്തായി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ ദാനം എന്നാണ്. പൂന കക്ഷി രൂപതയുടെ 2ാമത്തെ മെത്രാനായിട്ടാണ് ഇപ്പോൾ മത്തായി റംബാച്ചൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, മത്തായി അച്ഛനെ നമ്മൾ കഴിഞ്ഞ കൊല്ലവും ക്രിസ്തുമസിന് ഇവിടെ അച്ഛന്റെ കാർമ്മികത്വത്തിലായിരുന്നു ക്രിസ്തുമസിന്റെ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും അർപ്പിക്കപ്പെട്ടത്. ആയതിനാൽ തന്നെ ആ ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ദേവാലയത്തിൽ ഒരിക്കൽ കൂടി പിതാവിനോടൊത്ത് നമ്മൾക്ക് വിശുദ്ധ കുർബാനയെ അർപ്പിക്കുവാനായിട്ട് സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തോടു കൂടി പറയുവാനായിട്ട് സാധിക്കും മത്തായി കടവിൽ അച്ഛനെ പറ്റി. അച്ഛൻ ജന്മം കൊണ്ട് ജ്ഞാനായക്കാരനാണെങ്കിലോ സഭയിൽ മലങ്കര സഭയിൽ സുദീർഘമായ ശുശ്രൂഷ ചെയ്തുകൊണ്ട് സേവനം ചെയ്തുകൊണ്ട് ഏതാണ്ട് 34 വർഷക്കാല സഭയുടെ മലങ്കര സഭയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മലങ്കര സഭയുടെ ഹൃദയമായ ബദനി സന്യാസി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ആയിട്ട് 3 വർഷക്കാലവും 6 വർഷക്കാലമായിട്ട് പ്രൊവിൻഷ്യലായിട്ടും ഒക്കെ സേവനം ചെയ്തുകൊണ്ട് തിരുവല്ലായുടെയും മൂവാറ്റുപുഴയുടെയും മറ്റ് തിരുവനന്തപുരത്തിന്റെയും മറ്റ് രൂപതകളുടെയും ഒക്കെ അതിർത്തികളിലും അതിനുള്ളിലും പ്രവർത്തിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. 1963 ഡിസംബർ 31-നാണ് നിയുക്ത മെത്രാന് ജന്മം നൽകിയത്. അന്നാമ മത്തായി ദമ്പതികളുടെ 2ാമത്തെ പുത്രനായി സണ്ണി എന്ന പേരിൽ മത്തായി അച്ഛൻ പൂജാതനായിക്കൊണ്ട് 1979 തന്റെ 10-ാം ക്ലാസ്സിലെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം 81-ൽ സെമിനാരിയിൽ ചേർക്കപ്പെട്ടു. തന്റെ സെമിനാരി ജീവിതത്തിന്റെ അല്ലെങ്കിൽ അതിലേക്കുള്ള വിളി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ വീടായ അറുന്നൂറ്റിമംഗലത്തുള്ള ജേക്കബ് കൊച്ചാലമോട്ടിൽ ചുവട്ടിൽ ഈശോസഭ വൈദികനായ അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരൻ ഇന്ന് ജാർഖണ്ഡിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികന്റെ പ്രേരണയാലും അതുപോലെ തന്നെ അന്ന് മലങ്കര സഭയുടെ തിരുവല്ല അതിരൂപതയുടെ ഭാഗമായിരുന്ന സെന്റ് ജെയിംസ് പൂത്രിക പള്ളിയിലെ ബദനി സന്യാസത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന 2 വൈദികരുടെ ശുശ്രൂഷകളാലും പ്രേരണകളാലും അല്ലെങ്കിൽ അവരുടെ മാതൃകാപരമായ ആധ്യാത്മിക ജീവിതത്തെ സാംശീകരിച്ചുകൊണ്ട് തന്റെ ദൈവവിളിയുടെ ആരംഭം കുറിച്ചുകൊണ്ട് 1981-ൽ ബദനി സന്യാസ ആശ്രമത്തിൽ ചേർന്നു. 1989-ൽ വൈദിക പട്ടം സ്വീകരിച്ച് തിരുവല്ലായില് MCYന്റെ ശരിയാണെങ്കിൽ പ്രഥമ ഡയറക്ടറായിട്ടോ അതുപോലെ തന്നെ അൽമായ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതുകൊണ്ട് അൽമായരെ നേതൃത്വ വഴിയിലേക്ക് നടത്തുവാനായിട്ടൊക്കെ അച്ഛന് സാധിച്ചു. അതിന്റെ ശേഷം അച്ഛൻ ബെൽജിയത്തിലെ
ലുവൈൻ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയോളജിയിൽ മാസ്റ്റേഴ്സും അതിനുശേഷം PhD ഡോക്ടറേറ്റും എടുത്തു. തിയോളജിക്കൽ തീസിസ് തന്റെ വിഷയം എന്ന് പറയുന്നത് പ്രപഞ്ചം ഒരു ഭൂതാശ, സൃഷ്ടികളുടെ കൗതാശികത. ലെനാർഡോ ബോഫ് അല്ലെങ്കിൽ അലക്സാണ്ടർ ഷേമൻ, സെന്റ് എഫ്രൈം എന്നിവരുടെ കാഴ്ചപ്പാടുകളിലാണ് തന്റെ പഠനം നടത്തി ഡോക്ടറൽ തീസിസ് എന്ന ലുവൈനിൽ വെച്ച് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. അക്കാലത്ത് തന്റെ തിയോളജിക്കൽ ഡോക്ടറേറ്റിന് ഹോളണ്ടിലെ നിജീമൻ കാത്തലിക് യൂണിവേഴ്സിറ്റി സെക്കൻഡ് കാർഡിനൽ വില്യബ്രാൻഡ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ അനായാസം കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഭക്ഷണം എന്ന വേദവാക്യം അനുസരിച്ചാണ് പുതിയ നിയോഗം തന്റെ മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ വൈദികനായിരുന്നപ്പോൾ ആദർശവാക്യമായിട്ട് എടുത്തത് 1 കൊരിന്ത്യർ 15:10 പറയുന്നത് പോലെ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാകുന്നു എന്നാണ്. അത് തന്നെയാണ് മാതാവ് ഇന്ന് മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്തായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് എന്ന് മാതാവ് ഉച്ചത്തിൽ പ്രഘോഷിച്ചതുപോലെ അച്ഛന്റെ ആദർശവാക്യമായി പൗലോസ്ലീഹ കൊരിന്തോസുകാരുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ വാക്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്റെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് സഭയോടൊത്ത് ദൈവജനത്തോടൊത്ത് യാത്ര ചെയ്യാസത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന 2 വൈദികരുടെ ശുശ്രൂഷകളാലും പ്രേരണകളാലും അല്ലെങ്കിൽ അവരുടെ മാതൃകാപരമായ ആധ്യാത്മിക ജീവിതത്തെ സാംശീകരിച്ചുകൊണ്ട് തന്റെ ദൈവവിളിയുടെ ആരംഭം കുറിച്ചുകൊണ്ട് 1981 ബെഥനി സന്യാസ ആശ്രമത്തിൽ ചേർന്നു. 1989 വൈദിക പട്ടം സ്വീകരിച്ച് തിരുവല്ലായില് MCYന്റെ ശരിയാണെങ്കിൽ പ്രഥമ ഡയറക്ടറായിട്ടോ അതുപോലെ തന്നെ അൽമായ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതുകൊണ്ട് അൽമായരെ നേതൃത്വ വഴിയിലേക്ക് നടത്തുവാനായിട്ടൊക്കെ അച്ഛന് സാധിച്ചു. അതിന്റെ ശേഷം അച്ഛൻ ബെൽജിയത്തിലെ ലുവൈൻ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയോളജിയിൽ മാസ്റ്റേഴ്സും അതിനുശേഷം PhD ഡോക്ടറേറ്റും എടുത്തു. തിയോളജിക്കൽ തീസിസ് തന്റെ വിഷയം എന്ന് പറയുന്നത് പ്രപഞ്ചം ഒരു ഭൂതാശ, സൃഷ്ടികളുടെ കൗതാശികത. ലെനാർഡോ ബോഫ് അല്ലെങ്കിൽ അലക്സാണ്ടർ ഷേമൻ, സെന്റ് എഫ്രൈം എന്നിവരുടെ കാഴ്ചപ്പാടുകളിലാണ് തന്റെ പഠനം നടത്തി ഡോക്ടറൽ തീസിസ് എന്ന ലുവൈനിൽ വെച്ച് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. അക്കാലത്ത് തന്റെ തിയോളജിക്കൽ ഡോക്ടറേറ്റിന് ഹോളണ്ടിലെ നിജീമൻ കാത്തലിക് യൂണിവേഴ്സിറ്റി സെക്കൻഡ് കാർഡിനൽ വില്യബ്രാൻഡ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ അനായാസം കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഭക്ഷണം എന്ന വേദവാക്യം അനുസരിച്ചാണ് പുതിയ നിയോഗം തന്റെ മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ വൈദികനായിരുന്നപ്പോൾ ആദർശവാക്യമായിട്ട് എടുത്തത് 1 കൊരിന്ത്യർ 15:10 പറയുന്നത് പോലെ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാകുന്നു എന്നാണ്. അത് തന്നെയാണ് മാതാവ് ഇന്ന് മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്തായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് എന്ന് മാതാവ് ഉച്ചത്തിൽ പ്രഘോഷിച്ചതുപോലെ അച്ഛന്റെ ആദർശവാക്യമായി പൗലോസ്ലീഹ കൊരിന്തോസുകാരുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ വാക്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്റെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് സഭയോടൊത്ത് ദൈവജനത്തോടൊത്ത് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഫ്രാൻസിസ് പാപ്പ പറയുന്ന പോലെ സിനഡാത്മക സഭ അല്ലെങ്കിൽ സിനഡാലിറ്റി എല്ലാവരും ഒന്നിച്ചു പോകേണ്ട സഭയാകുന്ന വ്യക്തിത്വത്തിന്റെ നേതൃത്വം നൽകുവാൻ പൂന കക്ഷി രൂപതയുടെ മെത്രാനായിട്ട് നിയോഗിക്കപ്പെടുമ്പോൾ ഗ്രാനായക്കാരായ സംബന്ധിച്ചിടത്തോളം നമ്മ എന്ന കുറ്റൂര് സെന്റ് മേരീസ് മലങ്കര ഗ്രാനായ കത്തോലിക്ക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം
അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങൾ തന്നെയാണ്. ആയതിനാല് പിതാവിന് ഇന്നിവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സാധിച്ചത് നമ്മുടെ കൊടിയേറ്റ് കർമ്മ ഇപ്പോൾ നടക്കുവാനായിട്ടുണ്ട്. അതിനുശേഷവും പിതാവിന്റെ ഈ ദൈവ വിളിയില്, ദൈവ നിയോഗത്തില് നമ്മൾ സന്തുഷ്ടരാണ്. കുറ്റൂർ ഇടവക സമൂഹത്തിന്റെ മൊത്തമായ പ്രാർത്ഥന ഈ അവസരത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയോ പിതാവിന് തന്റെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതില് മലങ്കര സഭയോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയും അതുപോലെ തന്നെ പിതാവിന് എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുകയാണ്. നിനക്ക് എന്റെ കൃപ മതി. കൊറിന്തോസുകാർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ പിടിച്ചുകൊണ്ട് പൂന അല്ലെങ്കിൽ കട്കി, ഡൽഹി അതിരൂപതകളില് പ്രവർത്തിക്കുമ്പോൾ, ബാഹ്യ കേരളത്തില് മിഷൻ സംസ്ഥാനങ്ങളില് മിഷൻ പ്രവർത്തനങ്ങൾ നേരിടുമ്പോൾ, ഇന്ന് ലോകത്തിൽ നടമാടുന്ന ദുരിതങ്ങളും മിഷണറിമാർക്കുള്ള ആ വെല്ലുവിളികളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്റെ ജീവിത ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾക്ക് ശക്തി പരകുവാൻ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകള് ശക്തി നൽകുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. അത് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലാവിധ ആശംസകളും ഇടവയുടെ നാമത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദിയുടെ ഒരു വാക്ക് അർപ്പിക്കുന്നു. ഔദ്യോഗികമായിട്ട് നന്ദി കൈക്കാരൻ പറഞ്ഞുകൊള്ളൂ. അതിനു മുമ്പായിട്ട് ഇടവയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പിതാവിന് ആശംസ അർപ്പിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ചെറുകാട്ടൂർ CT തോമസിനെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നിയുക്ത മത്തായി കടവിൽ പിതാവേ, ബഹുമാനപ്പെട്ട വികാരിയച്ച, സ്നേഹമുള്ള പ്രിയപ്പെട്ട ഇടവചനങ്ങൾ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു പാട്ടാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. വെറുതെ ഈ മോഹങ്ങൾ എന്നിരുന്നാലും വെറുതെ മോഹിക്കുവാൻ മോഹം. പ്രിയമുള്ളവരെ, മലങ്കര ജ്ഞാനായ കത്തോലിക്ക സഭയുടെ പുനരൈക്യ 100 വർഷ പുനരൈക്യ ആഘോഷവേളയിൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ സിംഹാസനം നമുക്കായി ഒരു മേൽപ്പട്ടക്കാരനെ തരുവാൻ തീരുമാനിച്ചു. ആ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരുകാരനായിരുന്നു ബഹുമാനപ്പെട്ട മത്തായി കടവിൽ അച്ഛൻ. നമ്മൾ വെറുതെ മോഹിച്ചു, എന്നാൽ ദൈവഹിതം അതായിരുന്നില്ല. മലങ്കര കത്തോലിക്ക സഭയുടെയും ജ്ഞാനായ കത്തോലിക്ക സഭയുടെയും പിതാവായി അവരോധിക്കപ്പെടണം എന്നായിരുന്നു ദൈവഹിതം. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് നിയുക്തനായത്, തിരഞ്ഞെടുക്കപ്പെട്ടത്. ദൈവഹിതത്തിന് നന്ദി രേഖപ്പെടുത്താം. ഞങ്ങൾ മലങ്കര ജ്ഞാനായ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങയുടെ സ്ഥാനലബ്ധി ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു. കാരണം ഞങ്ങൾക്ക് 2 മെത്രാപ്പോലിത്തമാർ ഉണ്ടാകുവാൻ പോകുന്നു എന്ന അതിയായ സന്തോഷം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിക്കുന്നു. ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അഭിവന്ദന നിയുക്ത കടവിൽ പിതാവേ, അങ്ങ് മെത്രാനാവുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയെയും അങ്ങേക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അങ്ങയുടെ ഈ മേൽപ്പെട്ട സ്ഥാനം പരിശുദ്ധ സഭയ്ക്കും മലങ്കര കത്തോലിക്ക സഭയ്ക്കും, പ്രത്യേകിച്ച് മലങ്കര ജ്ഞാനായ കത്തോലിക്ക സഭയ്ക്കും ഏറ്റവും അനുഗ്രഹപ്രദമായി തീരണം എന്ന് ഞങ്ങൾ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ. മേൽപ്പട്ടക്കാരൻ എന്നുള്ള രീതിയിൽ സഭയ്ക്കും സമുദായത്തിനും സമൂഹത്തിനും മാതൃകാപരമായ പ്രവർത്തനം നടത്തുവാൻ അങ്ങേക്ക് ദൈവം ഇടയാക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ചെറിയ ഇടവകയാണ് കുറ്റൂര്. പിതാവിന് സന്തോഷ സൂചകമായിട്ട് ഇടവയുടെ നാമത്തിൽ നമ്മൾ ഒരു സമ്മാനം പിതാവിന് നൽകപ്പെടുകയാണ്. കൈക്കാരൻ മുന്നോട്ട് കടന്നു വന്ന് നൽകണമെന്ന്.
പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ച ജെയിംസിച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വന്ന ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുക. റബ്ബർ പട്ടം സ്വീകരിച്ചതിന് ശേഷം റബ്ബർ പട്ടത്തിന് മുമ്പുള്ളതായ ഓരോ ഞായറാഴ്ചകളിലും പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചത്. നാളെ ഞാൻ പൂനായിലേക്ക് പോവുകയാണ്. അതിന് തൊട്ട് മുമ്പുള്ളതായി ഞായറാഴ്ച പെരുന്നാളിൻ്റെ കൊടിയേറ്റം നടത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട ജെയിംസിനെ വിളിച്ചു. ഞാൻ ഡേറ്റ് തീരുമാനിച്ചിരുന്നില്ല പോകുന്നത്. ഫെബ്രുവരി 1 വീക്കിൽ പോകണമെന്ന് ചിന്തിക്കുകയായിരുന്നു. പക്ഷേ ജെയിംസിൻ പല അവസരങ്ങളിലായി എന്നെ വിളിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. എന്നെ കാണുവാനായിട്ട് അച്ഛൻ കൂടുതൽ താല്പര്യമെടുക്കുകയൊക്കെ ചെയ്ത ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തും പുറ്റൂർ ഇടവകയോട് വ്യക്തിപരമായ ഒരു ബന്ധമുള്ളത് കൊണ്ടും ഞാൻ ഇന്നത്തെ വിശുദ്ധ കുർബാന കൂടി കഴിഞ്ഞതിന് ശേഷം നാളെ പുനായിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചാണ് ഇന്നിവിടെ വരുവാനായിട്ട് ഇടയായത്. ഈ പുറ്റൂരുമായിട്ടുള്ളതായ എൻ്റെ സവിശേഷ ബന്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. 89 പട്ടം കിട്ടിയതിന് ശേഷം ഞാൻ തിരുവല്ല ആശ്രമത്തിലാണ് നിയോഗിതനാകുന്നത്. 95 വരെയുള്ളതായ 6 വർഷം ഞാൻ ഈ തിരുവല്ലയിൽ ഉണ്ടായിരുന്നു. പുറ്റൂരെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. ഇവിടുത്തെ തിരുനാളിനായാലും ഇവിടുത്തെ മറ്റു കാര്യങ്ങൾക്കായാലും. ആ സമയത്ത് സുറബർബറായിട്ടുള്ളതായ നമ്മുടെ കടവച്ചനും അതിന് മുമ്പായിട്ടുള്ളതായ അച്ഛനുകളൊക്കെ ആയിരുന്നു ഇവിടെ വികാരിമാരായിരുന്നത്. മലങ്കര ക്രമം അനുസരിച്ചൊരു കുദാശ നടത്തുവാനായിട്ട് ഒരു മലങ്കര തനിമയിൽ തന്നെ നടത്തണമെന്ന് ആവശ്യം വരുമ്പോൾ അതിനെന്നെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വിവാഹവും അതുപോലെ മറ്റു ചില കാര്യങ്ങൾ നടത്തുകയും പെരുന്നാളിലൊക്കെ അനുസ്മരിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ പരാമർശിച്ചതുപോലെ ജ്ഞാനായക്കാരുടെ ഇടയിൽ നിന്നാണ് ഞാൻ എന്നുള്ളത് അധികം പേർക്ക് അറിയാൻ പാടില്ല. കാരണം കോട്ടയം രൂപതയിലോ ചിങ്ങവനം രൂപതയിൽപ്പെടുന്നവരാണ് ജ്ഞാനായക്കാരെന്ന് സ്വാഭാവികമായിട്ടും ഒരു ചിന്തയുണ്ടാകും. എന്നാൽ നമ്മുടെ ജ്ഞാനായ സ്വത്വബോധം ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണല്ലോ വളർന്നു വരുന്നത്. സാമുദായികമായി നമ്മൾ ജ്ഞാനായക്കാരെന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷെ നവോത്ഥാന കാലഘട്ടത്തിലാണ് ഈ സ്വത്വബോധം കുറെ കൂടി ശക്തിപ്പെടുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ജ്ഞാനായക്കാർക്ക് വേണ്ടി ചിങ്ങവനം കേന്ദ്രീകരിച്ച് യാക്കോബായ സഭയിലെ ജ്ഞാനായക്കാർക്ക് വേണ്ടി രൂപത ഉണ്ടായത്. കോട്ടയം രൂപതയിലെ ജ്ഞാനായക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ മലങ്കര കത്തോലിക്ക സഭയിലെ ജ്ഞാനായക്കാർക്ക് വേണ്ടി കോട്ടയം രൂപതയും ഉണ്ടായത്. അതിനു മുമ്പ് പലപ്പോഴും നമ്മൾ ഒരുമിച്ച് പല പള്ളികളിൽ ചേർന്ന് നടക്കുകയായിരുന്നു. ഒരുമിച്ച് നടക്കുമ്പോൾ തവണകൾ വെച്ചുകൊണ്ട് ജ്ഞാനായക്കാർക്ക് പ്രത്യേക കുർബാന. ഞങ്ങളുടെ മൂലപ്പള്ളി എന്ന് പറയുന്നത് പിറവം പള്ളിയാണ്. പിറവം പള്ളിയിൽ ജ്ഞാനായ കത്തോലിക്കയുടെ വക ലേറ്റായിട്ടാണ് വരുന്നത്. അവിടെ ജ്ഞാനായ മലങ്കരക്കാര് ഞങ്ങളെ രാമമംഗലക്കാര് ഇന്ന് 300-400 വീട്ടുകാരുടെ കുടുംബമാണ് രാമമംഗലം ജ്ഞാനായക്കാരെന്ന് പറയുന്നത്. അവർ പിറവം പള്ളിയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം മാമലശ്ശേരിയിലേക്ക് മാറി മാമലശ്ശേരിയിൽ നിന്നാണ് രാമമംഗലം ഇടവകയായത്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ നിൽക്കുന്നു. ജ്ഞാനായക്കാർ സാമുദായികമായിട്ട് ചേരുന്നു. പക്ഷെ ജ്ഞാനായ സ്വത്വബോധം അതുപോലെ സജീവമല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് പ്രവർത്തിച്ചത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. ജ്ഞാനായ മലങ്കര സഭയുടെ രൂപീകരണത്തിന്റെ നേതൃത്വം പ്രധാനമായിട്ടും വഹിച്ചത് പുലയംകാട്ടിൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛനാണ്. ശ്രീമൂലപുരം പ്രജാസഭ മെമ്പറൊക്കെ ആയിരുന്ന വ്യക്തി. അന്ന് യാക്കോബായ ജ്ഞാനായ സഭയിലെ ഏറ്റവും പണ്ഡിതനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമ്മുടെ മലങ്കര ക്രമം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകത്തിന്റെ ഒക്കെ സംശോധകനായിട്ട് പുലയംകാട്ടിലച്ഛനുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ മരിക്കുവാനായിട്ടിടയായി. ഏറ്റവും ആദ്യം ജോസ്കോർ ശ്രീമേനിയുടെ കൂട്ടത്തിൽ SH ഗ്രൗണ്ടിൽ വന്ന് പുലയംകാട്ടിലച്ഛനും ചേർന്നാണ് ആദ്യത്തെ പുനരൈക്യം നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. പുലയംകാട്ടിലച്ഛൻ രാമമംഗലത്ത് നിന്ന് കോട്ടയം രൂപതയിൽ ചേർന്നു എങ്കിലും 2 ആത്മായ സഹോദരങ്ങൾ എന്നാൽ കോട്ടയത്ത് നിന്ന് പുനരൈക്യപ്പെട്ടു എങ്കിലും അവര് പിറവം പള്ളിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ 30കളില് ഞങ്ങളുടെ വെള്ളിച്ചൻ തലപ്പെട്ടക്കിലച്ചനൊക്കെ പുനരൈക്യപ്പെടുവാൻ ആലോചിച്ചപ്പോൾ കത്തോലിക്ക സഭയുമായി ചേരുക എന്നതിന് പ്രാമുഖ്യം നൽകി. അത് ജ്ഞാനായ സ്വത്വബോധം കുറച്ച് വെച്ചുകൊണ്ടല്ല, എങ്ങനെയായാലും യാക്കോബായക്കാരായിരിക്കുന്നതിനേക്കാൾ കത്തോലിക്കരാകുക എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അവർ പുനരൈക്യപ്പെട്ടപ്പോൾ ഈ രാമമംഗലത്തെ ജ്ഞാനായക്കാർ കോട്ടയം രൂപതയിൽ ചേരുന്നതിന് പകരം അന്ന് എറണാകുളം രൂപതയിൽ ചേരാൻ ആലോചിച്ചു. അതിനുശേഷമാണ് പുനരൈക്യം നടക്കുന്നത്. അതുകൊണ്ട് പിന്നീട് തിരുവല്ല രൂപതയിലേക്ക് വരികയൊക്കെ ചെയ്യാനിടയായ സാഹചര്യം. ഞങ്ങളുടെ ഇടവക മുഴുവൻ അന്ന് അച്ഛനും തലപ്പെട്ടക്കൽ അച്ഛനും തലപ്പെട്ടക്കൽ സിംഹാസനം നിങ്ങൾക്കറിയാം. കാരണം കോട്ടയം രൂപതയുടെ ഭാഗമായ തലപ്പെട്ടക്കൽ അച്ഛൻ എന്ന പേരിൽ അദ്ദേഹം ഇവിടെ ശുശ്രൂഷ ചെയ്തു. അദ്ദേഹവും പുനരൈക്യപ്പെട്ടത് തിരുവല്ലായിലാണ്. തിരുവല്ലായിൽ പുനരൈക്യപ്പെട്ടതിന് ശേഷം ചുളപ്രഭൻ തിരുമേനിക്ക് അവിടെ ഒരു സ്വീകരണം കൊടുത്തപ്പോൾ ഷമാസിന്റെ പാട്ടൊക്കെ കേട്ട് മനോഹരമായിരിക്കുന്നതുകൊണ്ട് കോട്ടയം രൂപതയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും കോട്ടയം രൂപതയിലേക്ക് വിട്ടുകൊടുക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനൊന്നും മടിയില്ലായിരുന്നു. നേരത്തെ പുനരൈക്യപ്പെട്ട ആത്മായ സഹോദരങ്ങൾ 2 പേര് തിരുവല്ല രൂപതയുടെ ഭാഗമായി പ്രവർത്തിക്കുവാൻ ചുളപ്രഭൻ പിതാവ് അനുവദിച്ചു. അതുകൊണ്ട് ജ്ഞാനായക്കാരായതുകൊണ്ട് അവിടെ ആയാലും ഇവിടെ ആയാലും കുഴപ്പമുണ്ട് എന്ന് ചിന്തിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇടവക ജ്ഞാനായ സഭയിൽപ്പെട്ടതായ ഒരു ഇടവക തിരുവല്ല രൂപതയിൽ പ്രവർത്തിച്ചിരുന്നു.
ഞങ്ങൾക്ക് ഇടവകയിൽ നിന്ന് ഇപ്പോൾ 5 വൈദികരാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഞങ്ങൾ 4 പേരാണുള്ളത്. 2 പേർ വാങ്ങിപ്പോയി, മരിച്ചുപോയി. അതുകൂടാതെ പുനരയിക്കപ്പെട്ട 3 വൈദികരുണ്ട്. എല്ലാവരും മലങ്കര കോട്ടയം തിരുവല്ല രൂപതയിലാണ് ചേർന്നത്. പുത്തമണത്തും പിന്നീട് കോട്ടയം രൂപതയിലേക്ക് മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മലങ്കര പള്ളി അവിടെ വരാനായിട്ട് ഇടയായത്. ഞാൻ ഈ ചരിത്രമൊക്കെ പറഞ്ഞത് നമ്മുടെ സ്വത്വബോധത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ കൃത്യം ഇവിടെ വേണം അവിടെ വേണം എന്നൊന്നും ചിന്തിച്ചില്ല. നാനായക്കാരുടെ സാമുദായികമായ ഒരു ബോധം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ വളരുക എന്ന് പറയുന്നതായ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ആ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. ഏതായാലും ഇന്ന് ഒരു പ്രത്യേകമായ ഒരു ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ നാനായ സ്വത്വബോധത്തിൽ നിന്ന് അകന്നല്ല ഞാൻ നിൽക്കുക. നാനായ യാക്കോബായ സഭയുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. കാരണം എൻ്റെ പിതാവ് നാനായ യാക്കോബായ സഭയിൽ നിന്നുമാണ് പുനരയിക്കപ്പെട്ടതെങ്കിൽ അമ്മ നാനായ കത്തോലിക്ക സഭയിൽ ആർത്തൂറ്റുമംഗലം ഇടവകക്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധവും എനിക്കുണ്ട്. അങ്ങനെ 2 രീതിയിലും കോട്ടയം രൂപതയും ചിങ്ങവനം രൂപതയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഇന്ന് സുവിശേഷത്തിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം CPCI മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. തോപ്പിൽ പിതാവ് ആർത്തൂറ്റുമംഗലം ഇടവക്കാരനാണ്. ഞാൻ 2 മാമോദിസത്തിൽ മുങ്ങിയവരായതുകൊണ്ട് തോപ്പിൽ പിതാവ് കടന്നു വന്നതിന് ശേഷം എന്നെ ആശംസിച്ചുകൊണ്ട് പറഞ്ഞത് നാനായ കാലം മിഷണറി മെത്രാന്മാരുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാനായ മിഷണറി മെത്രാന്മാരുടെ സംഘത്തിലേക്ക് അദ്ദേഹം എന്നെ സ്വാഗതം ക്ഷണിക്കുകയുണ്ടായി. അതുകൊണ്ട് നാനായക്കാര് എവിടെയാണ് എന്നുള്ളതല്ല പ്രത്യേകത. ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗത്താൽ നാനായ സമുദായത്തിൽപ്പെട്ടതായ ആളുകൾ ഘട്ടങ്ങളിൽ ഇങ്ങനെ കൃത്യം ഇവിടെ വേണം അവിടെ വേണം എന്നൊന്നും ചിന്തിച്ചില്ല. നാനായക്കാരുടെ സാമുദായികമായ ഒരു ബോധം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ വളരുക എന്ന് പറയുന്നതായ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ആ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. ഏതായാലും ഇന്ന് ഒരു പ്രത്യേകമായ ഒരു ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ നാനായ സ്വത്വബോധത്തിൽ നിന്ന് അകന്നല്ല ഞാൻ നിൽക്കുക. നാനായ യാക്കോബായ സഭയുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. കാരണം എൻ്റെ പിതാവ് നാനായ യാക്കോബായ സഭയിൽ നിന്നുമാണ് പുനരയിക്കപ്പെട്ടതെങ്കിൽ അമ്മ നാനായ കത്തോലിക്ക സഭയിൽ ആർത്തൂറ്റുമംഗലം ഇടവകക്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധവും എനിക്കുണ്ട്. അങ്ങനെ 2 രീതിയിലും കോട്ടയം രൂപതയും ചിങ്ങവനം രൂപതയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഇന്ന് സുവിശേഷത്തിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം CPCI മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. തോപ്പിൽ പിതാവ് ആർത്തൂറ്റുമംഗലം ഇടവക്കാരനാണ്. ഞാൻ 2 മാമോദിസത്തിൽ മുങ്ങിയവരായതുകൊണ്ട് തോപ്പിൽ പിതാവ് കടന്നു വന്നതിന് ശേഷം എന്നെ ആശംസിച്ചുകൊണ്ട് പറഞ്ഞത് നാനായ കാലം മിഷണറി മെത്രാന്മാരുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാനായ മിഷണറി മെത്രാന്മാരുടെ സംഘത്തിലേക്ക് അദ്ദേഹം എന്നെ സ്വാഗതം ക്ഷണിക്കുകയുണ്ടായി. അതുകൊണ്ട് നാനായക്കാര് എവിടെയാണ് എന്നുള്ളതല്ല പ്രത്യേകത. ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗത്താൽ നാനായ സമുദായത്തിൽപ്പെട്ടതായ ആളുകൾ കേരളത്തിൽ വരുവാനായിട്ടിടയായി. ഇവിടെയും നമ്മുടെ ഓർത്തോമ ക്രിസ്ത്യാനികളുടെ വളർച്ചയ്ക്ക് സഹായകമായി വന്നിട്ടുള്ളതായ ഇടപെടലിന് ഒരു നിയോഗമായിരുന്നു. പ്രേക്ഷിത ഭൂമിയിലേക്ക് ചെന്നു കഴിയുമ്പോൾ മിഷൻ മേഖലയിലേക്ക് നാനായക്കാരുടെ വലിയ ശക്തമായ നേതൃത്വമുണ്ട്. വിരുത്തിക്കുളങ്ങര പിതാവ് ഒക്കെ പ്രവർത്തിച്ചത് ഞാനിപ്പോൾ പുനായിരിക്കുന്നതായ രൂപതയുടെ അധികാര പരിധിയിലാണ്. അവരെ കുറിച്ചൊക്കെ നമുക്ക് ധാരാളമായ നല്ല സ്മരണകളുണ്ട്. അതുകൊണ്ട് നാനായ സമുദായത്തിൽപ്പെട്ടതായി ഞാൻ മറ്റൊരു ചുമതലയാണ് എങ്കിൽ പോലും ഇതിന്റെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ പ്രേക്ഷിത ശുശ്രൂഷയിലാണ് എന്ന് മാത്രം നമുക്ക് ചിന്തിക്കാം. ആ വിധത്തിലുള്ളതായ ഒരു സഹവർത്തിത്വത്തോടു കൂടി പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. നമ്മുടെ കുറ്റൂർ ഇടവക നമ്മുടെ മലങ്കര നാനായ സമുദായത്തിനകത്ത് തന്നെ ചെറുത് വലുത് എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വീണ്ടും മൈഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മക്കളൊക്കെ എവിടെയാ? എല്ലാം വിദേശത്തേക്ക് പോയിരിക്കുക. ഇവിടെ മലങ്കര മലബാർ പറയുമ്പോൾ മലങ്കര മലബാറാണോ നടക്കാൻ പോകുന്നത്? നാനായക്കാര് വേറൊരു ലോകത്തിലേക്കാണോ വേറൊരു രാജ്യങ്ങളിലേക്കാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നിശ്ചയമില്ല നാളത്തെ നമ്മുടെ ഡെമോഗ്രഫി എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ എവിടെയായിരുന്നാലും നാനായ ചിന്തകൾ നമുക്കുണ്ടാവുക, അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക, ആ ഒരു നല്ല അർത്ഥത്തിൽ തന്നെ ഇതിനെയൊക്കെ സ്വീകരിക്കുവാനായിട്ട് ആ വിശ്വാസത്തിന്റെയും സാമുദായികമായ ചിന്തയുടെയും ഒക്കെ പിൻബലത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മ കൂടുതൽ സജീവമാകുവാനായിട്ട് കൂട്ടായ്മയിലൂടെ വലിയ പ്രേക്ഷിത ശുശ്രൂഷകൾ നടക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങൾ ഇന്നിവിടെ തന്നതായ വലിയ സ്വീകരണത്തിന് പ്രത്യേകമായി നന്ദി കരയറ്റുന്നു. നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് എല്ലാവരോടും പറയുന്നത് വർക്ക് ഫ്രം ഹോം എന്ന ഒരു പ്രയോഗമാണ് നമുക്ക് കോവിഡിന് ശേഷമുള്ളത്. അർത്ഥം എന്താണ്? വീട്ടിലിരുന്ന് ജോലി ചെയ്യുക. നിങ്ങളെ ഞാൻ കടക്കിലേക്ക് വിളിച്ചാൽ നിങ്ങളാരും വരാൻ പോകുന്നില്ല. അവിടെ വന്ന് നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയുണ്ട്. എന്താണ്? നമ്മുടെ കുടുംബങ്ങളിലിരുന്ന്
നമ്മുടെ ഇടവകയിൽ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുമല്ലോ ഇല്ലയോ? ആ പ്രാർത്ഥന കൊണ്ട് എനിക്കുണ്ടാകാൻ പോകുന്നത് ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിക്കും, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും. ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ട് എങ്കിൽ, ആ കൃപയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ദൈവം വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും. അത് എന്റെ പ്രവർത്തനമല്ല, ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സാമുദായികമായ നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്, ഈ കൂട്ടായ്മയുടേതായ ബന്ധം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ ബലപ്പെടുത്തുന്ന ഒരു നല്ല ബന്ധമായിട്ട് തുടരുവാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് മാറിപ്പോയി എങ്കിൽ പോലും ഈ കുറ്റൂര ആളുകളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടതായ സ്നേഹ സൗഹൃദ ബന്ധമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ എന്നെ അറിയുകയും അല്ലെങ്കിൽ ആ സ്നേഹ സൗഹൃദത്തിൽ തുടരുകയും ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ഇതൊന്നും അകലമല്ല, ശരിയാണല്ലോ? ജ്ഞാനായക്കാർക്ക് അകലം എന്ന് പറയുന്നതുണ്ടോ? എവിടെ പോയാലും ജ്ഞാനായക്കാരാരാ? ഒരു സാമുദായികമായ ബന്ധമുണ്ട്. ശരിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ മനസ്സിലാകണമെന്നില്ല. ഞങ്ങൾക്ക് ജ്ഞാനായക്കാർ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ ഒരുമിച്ച് കൂടുമ്പോഴോ ഈ കൂട്ടായ്മ വരും. ഞാൻ പുനായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെറുപ്പുറത്തച്ഛനൊക്കെ അവിടെ വിദ്യാർത്ഥിയായിട്ടുണ്ടായിരുന്നു. ചെറുപ്പുറത്തച്ഛന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 3-4 ജ്ഞാനായക്കാരെ ഉള്ളെങ്കിലും ഒരുമിച്ച് കൂടുമായിരുന്നു. ഞങ്ങളെ കളിയാക്കുന്നവരോടൊക്കെ ശുദ്ധ മറുപടി പറയുവാനായിട്ടൊക്കെയുള്ള ബലം തന്നത് ഈ സമുദായമാണ്. താരം കെട്ടികളെന്നൊക്കെ വിളിക്കുന്ന അവസരത്തിൽ ഞാൻ അവരോട് പറയും, താരം കെട്ടാൻ ധൈര്യമുള്ളവരാ ഞങ്ങള്. പൂർവികരെ സ്മരിക്കുന്നവരായതുകൊണ്ട്, പൂർവികരെ ഓർത്തുകൊണ്ട് അവരുടെ സ്മരണയ്ക്ക് ചാരം എടുത്ത് പോയവരാണ്. നിങ്ങൾ എന്തിനാ ഞങ്ങളെ കളിയാക്കുന്നതെന്ന് ചോദിച്ച് അവരോട് 2 പറഞ്ഞേ പോയിട്ടുള്ളൂ. കാരണം എന്താ? ഈ സാമുദായിക ബലമാണ്. ഞാൻ കല്ലിശ്ശേരിയിൽ വികാരിയായിരുന്നപ്പോൾ എനിക്കൊരു ട്രാൻസ്ഫർ തന്ന അവസരത്തില് കുതിരവട്ടത്ത് ഞങ്ങളുടെ രച്ചായൻ ഉണ്ടായിരുന്നു, മദ്രാസിലെ അപ്പച്ചൻ ഞങ്ങൾ വിളിക്കുക. നേരെ തിമോത്തിയോസ് സിഗ്മന്റിന്റെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞത്, മത്തായിച്ചിനെ മാറ്റരുത്, കാരണം ഞാനൊരു ജ്ഞാനായക്കാരനാണ്. ജ്ഞാനായക്കാരൻ അധിവസിക്കുന്നതായ കല്ലിശ്ശേരിയില് ഒരു ജ്ഞാനായക്കാരൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. കാരണം അതിനകത്തൊക്കെ അതിൻ്റെതായ സവിശേഷതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അതിനകത്ത് വേറൊരു രീതിയിൽ പോകുവാനല്ല, നമ്മുടെ സമുദായത്തിൻ്റെതായ സവിശേഷതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ നിയോഗത്തെ കുറിച്ച് ചിന്തിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ സഭയുടെ കൂട്ടായ്മകൾ കൂടുതൽ സജീവമാകുവാനായിട്ട്, നമ്മുടെ സമുദായത്തിൻ്റെതായ ശുശ്രൂഷകൾ കൂടുതൽ മനോഹരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം നമ്മെ കൂടുതലായിട്ട് സഹായിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവരും കുട്ടികളൊക്കെ എന്നെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് ബാക്കി കാര്യം മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ, വർക്ക് ഫ്രം ഹോം. അത് മനസ്സിലായിട്ടുണ്ടല്ലയോ? എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എനിക്ക് വേണ്ടി നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ജോലി ചെയ്യണം. എന്ത് ജോലി ചെയ്യാൻ പോകുന്നത്? കൊച്ചുത്രേസ്യ പണ്ഡിവലി ലിസ്യുവിലിരുന്ന് നടത്തിയ ഒരു പ്രാർത്ഥനയാണ് സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് സഭ അനുസ്മരിക്കുക. ഒരിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചില്ല. എന്താ കൊച്ചുത്രേസ്യ പണ്ഡിവലി ചെയ്ത പ്രവർത്തനം? ആ മഠത്തിന്റെ അകത്ത് ഒരു കൊച്ചുമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ കൊച്ചുത്രേസ്യ പണ്ഡിവലിയാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ മധ്യസ്ഥയായിട്ട് സഭ ഉയർത്തിവെക്കുക. നിങ്ങൾക്ക് എന്റെ രൂപതയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഏറ്റവും വലിയ പ്രവർത്തനം നടത്താൻ പറ്റും. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഓർക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ വെച്ചിരിക്കുന്നു. നന്ദി പറയാനായിട്ട് സൽവി തയ്യലിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നിറവിച്ച ഞങ്ങളുടെ വികാരി പദമെടുത്ത ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരന്മാരെ, നമ്മുടെ തിരുനാളിനെ ഇന്ന് കൊടിയേറുമ്പോഴേ, തുടക്കം കുറിച്ച് കൊടിയേറുമ്പോഴേ നമ്മുടെ ഈ ദിനത്തിൽ നമുക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നമ്മൾ തന്നെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമായ നിത്യ പിതാവിനെ ലഭിച്ചത് വളരെ അഭിമാനമായും സന്തോഷമായും കാണുകയാണ്. നമുക്കറിയാം, എനിക്ക് അച്ഛനെ പരിചയമുള്ളത്, അച്ഛനിവിടെ തിരുവല്ലയിൽ MCYM ഡയറക്ടറായിരുന്നുകൊണ്ട് ഇവിടെ പദയാത്ര നയിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാൻ അച്ഛനെ കാണുന്നത്. അച്ഛൻ്റെ പല നേതൃത്വപരമായ സവിശേഷതകളും നമ്മുടെ സമൂഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ ഇപ്പോൾ നമുക്ക് പിതാവിന് നമുക്ക് ലഭിച്ചു. എന്നാൽ ഇനിയും മെത്രാനാണ്. 15-ാം തീയതി അദ്ദേഹത്തിൻ്റെ പൂനെയിൽ വെച്ച് പട്ടങ്ങൾ നടക്കുകയാണ്. അദ്ദേഹത്തിന് നമുക്കിനിയും ഇത്രമാത്രം അവൈലബിൾ അല്ല. വളരെ തിരക്കിനിടയിലും നമ്മുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് എത്തിച്ചേർന്ന പിതാവിനെ കുറ്റൂർ ഇടവകയുടെ പേരിലുള്ള എല്ലാ നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ വികാരിയച്ഛനെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാ ഇടവാകങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. വടമൂർ കൈമത്തിനായിട്ട് എന്നേക്ക് അതിനുശേഷം എല്ലാവരും കൊടിമരത്തിന്റെ ചൂട്
അങ്ങ് ആരടി ചെയ്തുവല്ലോ. നിന്റെ വിജയത്തിന്റെ പൊടിയാകുന്ന ശ്രീമാസാലെയും ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ചതിന്റെ അടയാളമാകുന്നു. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർപ്പിച്ചുള്ള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ പാപവിഷബാധ ഏറ്റവരായ ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടി ഉയർത്തുന്നു. നിന്റെ ആത്യന്തിക വിജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് മാറ്റ ഓർമ്മവാഴ്ത്തിനായി തീരുമെന്ന് ജ്ഞാനിയായ ശുഭോമാൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. അവരുടെ വിശ്വാസം അനുഗ്രഹിക്കണമെന്നും വിശുദ്ധ പൗലോസ് ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ നാന്റെ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രാരംഭമായി കൂടി ഉയർത്തുന്നു. ആ വിശുദ്ധയായ ദൈവമാതാവിന്റെ പ്രാർത്ഥനകൾക്ക് വാഴ്വിനും അനുഗ്രഹത്തിനുമായി തീരണമേ. ഈ പെരുന്നാൾ ഞങ്ങളുടെ ഇടവകയ്ക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വ്യക്തികൾക്കും ഈ നാടിനും ഒരു പുതിയ പ്രതീക്ഷയുടെ അവസരമായി തീരണമേ. നിന്റെ മാതാവിന്റെയും ശ്രീകന്മാരുടെയും സഹോദരന്മാരുടെയും ജീവിത മാതൃക സഹോദരന്മാരുടെയും ജീവിത മാതൃക പിന്തുടരുവാനുള്ള ആഗ്രഹവും ഉത്സാഹവും ഞങ്ങളിൽ നീ വർദ്ധിപ്പിക്കണമേ. ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ഏതുമാന്റെ ശ്രദ്ധയോട് കൂടെയുള്ള പ്രാർത്ഥന ഫലിക്കുമെന്ന സത്യം ഞങ്ങൾക്ക് അനുഭവമാക്കണമേ. ഈ പെരുന്നാളിന് ഉയർന്ന കൊടി മൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നേക്കും കരേറ്റുമാറാകണമേ. വീഴ്ത്തിയിടും ഞങ്ങൾ എന്നാമത്താൽ ദേശികളെ കാക്കിടക്ക് നിങ്ങളെ വീണ്ടും ഹല്ലേലൂയ വൈരികളെ ജയിപ്പിച്ചതു നീ ശുഭവിക്കുന്നു വിജയിച്ചു സൗവൻകാലസ്തുരേലായി ഇപ്പൻ നൽകുന്ന പോഴോ നമ്മെ ചെയ്തു ശരണവനായോ രക്ഷയനായോ നെറ്റിയതിന്മേൽ വരച്ചിടൂ ഞങ്ങളെ ദോഷൻ സൈന്യങ്ങളിൽ നിന്നു ശ്രീമാ ആകാശവും ഭൂമിയും എന്റെ ഉന്നത സിംഹമാക്കി കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാലിക്കുന്നു. പിന്നാലെ നടന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ആരെ സുഖപ്പെടുത്തണമെന്നാണ്? തന്റെ മകളെ സുഖപ്പെടുത്തണമെന്ന്. കർത്താവിന്റെ ആദ്യത്തെ റെസ്പോൺസ് എങ്ങനെയാണ്? വചനം പറയുന്നത് എങ്ങനെയാണ്? അവനൊരു അക്ഷരം പോലും മിണ്ടിയില്ല.
മറുപടി ഇങ്ങനെയാണ് വചനം കുറിക്കുന്നത്: ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. നോക്കുക, ആദ്യം അവൻ നിഷേധിച്ചു, 2 ആണയിട്ട് നിഷേധിച്ചു, 3 അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. ബന്ധത്തിന് ആഴം കുറയുന്നതിനനുസരിച്ച് തള്ളിപ്പറയലിന്റെ ഗ്രേഡിൽ പോലും വ്യത്യാസം വരാൻ തുടങ്ങി. ആഴം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സന്ധ്യയിലെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു നീണാൾ വാഴട്ടെ, പരിശുദ്ധ അമ്മയുടെ ജപമാല നീണാൾ വാഴട്ടെ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയുക. പിന്നീട് ഈ രാജാവ് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയാണ്. അരപ്പട്ടി ജപമാല ധരിച്ചത് മാത്രമല്ല, ജപമാലകൾ ചൊല്ലി ചൊല്ലി വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് അനേകരെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ രാജ്യഗണങ്ങളെയെല്ലാം ആ ദൈവസ്നേഹാഗ്നി നിറച്ചുകൊണ്ട് ആ മനുഷ്യൻ ഈ ലോകത്തിലെ ജീവിതം വിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ കാലങ്ങളിലുണ്ടായ ഒരു വലിയ സംഭവമാണ്. ദേവാലയത്തിൽ വന്ന് കണ്ണുനീരോടെ മാതാവിന്റെ മാധ്യസ്ഥം തേടി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.